ബി.ജെ.പി ഒരു തോൽവിയാണെന്ന് നമുക്കറിയാം. നിരന്തരം പ്രതിപക്ഷവും ജനങ്ങളും പറയുന്നതും ഇതുതന്നെ. എന്നാൽ സ്വന്തം പാർട്ടി നേതാവ് തന്നെ തുറന്ന് സമ്മതിച്ചാലോ? ഈ പറഞ്ഞയാൾ ഒരു മുൻ മന്ത്രി കൂടിയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. കർണാടകയിൽ പ്രതിപക്ഷം എന്ന നിലയിൽ ബി.ജെ.പി പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ബി.ജെ.പി നേതാവും മുൻ മന്ത്രിയുമായ അരവിന്ദ് ലിംബാലി രംഗത്തെത്തുമ്പോൾ തലക്ക് കൈ കൊടുത്തിരിക്കുന്ന മോദിയെയും നമുക്ക് കാണാം. കുഴിയാന കുഴി തോണ്ടി ഒളിച്ചിരിക്കുന്നത് പോലെ ബി.ജെ.പിയുടെ കുഴി തോണ്ടി ഈ പറഞ്ഞ മഹാൻ ഒളിച്ചിരിക്കുകയാണ്. കാരണം സ്വന്തം പല്ലിന്റെ എടകുത്തി നാറ്റിക്കുന്ന വർത്തമാനമല്ലേ ആശാൻ പറഞ്ഞത്. ഇത് കേട്ട് വെട്ടിലായത് ദേശീയ നേതൃത്വമാണ്. എം.എൽ.എയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ ബിവായ് വിജയേന്ദ്രയും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആർ അശോകയും തമ്മിൽ യോജിപ്പും ധാരണയും ഉണ്ടായിട്ടില്ലെന്നത് ഖേദകരമാണ് എന്ന് കാണിച്ചായിരുന്നു അരവിന്ദ് ലിംബാലിയുടെ പ്രസ്താവന. മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി കുംഭകോണം, വാൽമീകി വികസന കോർപ്പറേഷൻ അഴിമതി, SC/ST സംവരണം ചെയ്ത ഗ്രാന്റുകൾ കർണാടക സർക്കാർ ദുരുപയോഗം ചെയ്തുവെന്നും ഈ വിഷയങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിൽ പ്രതിപക്ഷ നേതാക്കൾ പരാജയപ്പെട്ടെന്നും താൻ പറഞ്ഞ വാദത്തെ ഒന്ന് മോടി പിടിപ്പിക്കാൻ ഒപ്പം ചേർത്തു. തീർന്നില്ല, ബി.ജെ.പിയിലെ ചിലർക്ക് ഭരണകക്ഷിയുമായി ബന്ധമുണ്ടോ എന്നുവരെ ആളുകൾ ചിന്തിക്കുന്നുണ്ടെന്നും ലിംബാവലി പറഞ്ഞു വെച്ചു. നിരവധി ജില്ലകളിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു. സംസ്ഥാനത്തെ പല ജില്ലകളിലും മഴയും വെള്ളപ്പൊക്കവും കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. ഇതിലേക്ക് വെളിച്ചം വീശണമെന്നും സംസ്ഥാനത്തെ ജനങ്ങളുടെ ദുരിതങ്ങളെ പ്രതിനിധീകരിക്കണമെന്നും പാർട്ടി നേതാക്കൾക്ക് തോന്നിയില്ല എന്നത് ഖേദകരമാണെന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം നേതാക്കൾ മനസ്സാക്ഷി ഇല്ലാത്തവരാണെന്നും ലിംബാലി പറയാതെ പറഞ്ഞു. സഭയിൽ അവസരവും സമയം വേണ്ടവിധം വിനിയോഗിക്കാതെ സെഷൻ മുഴുവൻ വെറുതെ വിനിയോഗിക്കുകയും ഒരു ദിവസം ബാക്കി നിൽക്കെ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കാൻ ഭരണകക്ഷിയുമായി കൈകോർക്കുകയും ചെയ്ത പാർട്ടി നേതാക്കളുടെ നടപടി സംശയാസ്പദമാണ്. വളരെ കുറഞ്ഞ സീറ്റുകൾ ഉണ്ടായിരുന്നിട്ടും ഒരു കാലത്ത് സെഷനുകളിൽ ജനങ്ങൾക്കായി സംസാരിച്ച ഞങ്ങളുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ആശങ്കയും നിരാശയും ഉണ്ടാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂരുവിലെ മഹാദേവപുരം നിയമസഭാ സീറ്റിലേക്ക് പാർട്ടി അരവിന്ദ് ലിംബാവലിക്ക് സീറ്റ് നിഷേധിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുള അരവിന്ദ് ലിംബാവലിക്ക് പാർട്ടി സീറ്റ് നൽകുകയായിരുന്നു. അവർ 44,501 വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തു. തനിക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ടല്ല, നേതാക്കളൊന്നും നല്ലതല്ലാത്തത് കൊണ്ട് ഉള്ളിലെ കുശുമ്പ് മറച്ചു വെച്ചായാലും ലിംബാവലി സത്യം തുറന്നു പറഞ്ഞു. സ്വന്തം പാർട്ടി ഒരു മഹാതോൽവി തന്നെയാണെന്ന് മുൻ മന്ത്രി പറയണമെങ്കിൽ മോദി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ പാർട്ടിയെ തകർക്കാൻ മറ്റുള്ളവർ ഒന്നും ചെയ്യേണ്ട. അകത്തളത്തിലെ ആശാന്മാർ ചെയ്തുകൊള്ളുമെന്ന്. എന്തായാലും ബി.ജെ.പി നേതാവിന്റെ ഈ തുറന്നു പറച്ചിൽ നാണം കെട്ടു നിൽക്കുന്ന ബി.ജെ.പിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്.